അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രിയ അധ്യക്ഷൻ കുറുക്കോളി മൊയ്തീൻ സാഹിബ് MLA അവർ, ആദരണീയനായ ടി മുഹമ്മദ് ബഷീർ സാഹിബ് MP അവർ, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP അവർ, ശ്രീ BT ബൽറാം, അബ്ദുൽ ഹമീദ് മാഷ് MLA, CK ജുബൈർ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, CH മുതുവയ സാഹിബിൻ്റെ നാമത്തിലുള്ള CH ചെയർ സംഘടിപ്പിക്കുന്ന 2 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന പ്രത്യേക സെമിനാറിലാണ് നമ്മളിവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. CH ചെയർ കാലികമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ പലപ്പോഴായിട്ട് സെമിനാറുകളായും ചർച്ചകളായും സിമ്പോസിയങ്ങളായിട്ടുമൊക്കെ ഇവിടെ അവതരിപ്പിക്കാറുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ എന്നുള്ള നിലക്ക് തന്നെയാണല്ലോ CH മുതുവയ സാഹിബ് അറിയപ്പെടുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം തന്നെ താല്പര്യമെടുത്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റിയുടെ രൂപീകരണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങി അദ്ദേഹത്തിൻ്റെ സമശീർഷരായ നേതാക്കൾ, പ്രത്യേകിച്ച് ബാഫി തങ്ങളൊക്കെ പോലെയുള്ള, നേരത്തെ ഇവിടെ ജുബൈർ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ തറക്കല്ലിടൽ കർമ്മത്തിൻ്റെ ഫോട്ടോ അത് പ്രസിദ്ധമാണല്ലോ. ആ ഫോട്ടോയിൽ നമ്മൾ കാണുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരെല്ലാം കൂടിയിട്ട് തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് സാർത്ഥകമാക്കുന്നത്. ഗാന്ധിജിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു എന്നുള്ളത് തന്നെയാണ് അതിനർത്ഥം. ഗ്രാമങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. CH മുതുവയ സാഹിബ് കുഗ്രാമമായിരുന്നൊരു പ്രദേശത്തേക്കാണ്, തേഞ്ഞിപ്പലം ഇന്ന് കാണുന്നത് പോലെ ആയിരിക്കില്ലല്ലോ, ഏറ്റവും ഒരു കുഗ്രാമത്തിൻ്റെ അവസ്ഥയായിരിക്കാം ഒന്നുണ്ടാവും. അവിടെയാണ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. അതുവരെ രാജ്യത്തെ വൻ നഗരങ്ങളിലായിരുന്നു, ഡൽഹിയിലും കൽക്കത്തയിലും ഹൈദരാബാദിലും തുടങ്ങി ഇന്ത്യയിലെ ചെന്നൈയിലും ഒക്കെ ആയിരുന്നു വലിയ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനമായ തിരുവനന്തപുരത്ത്, പിന്നെ തിരുവച്ചിയുടെ ആസ്ഥാനമായ എറണാകുളം യൂണിവേഴ്സിറ്റിയിലെ അന്ന് മഹാരാജാസ് കോളേജൊക്കെ ഒക്കെ ഇവിടെ വലിയ ജനകീയ കേന്ദ്രങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ CH തിരഞ്ഞെടുത്തത് ഈ ഗ്രാമപ്രദേശത്തെയാണ്. ആ ഗ്രാമപ്രദേശത്തെ പിന്നീട് മലബാറിൻ്റെ വിദ്യാഭ്യാസ ഹൃദയമായി CH മുതുവയ സാഹിബ് മാറ്റുകയായിരുന്നു എന്നുള്ളത് ചരിത്രം നമുക്ക് വ്യക്തമാക്കി തരും. പിന്നോക്ക പ്രദേശങ്ങൾക്ക്, പിന്നോക്ക സമൂഹങ്ങൾക്ക്, സമുദായങ്ങൾക്ക് അവർക്കൊക്കെ ചേരാനും പഠിക്കാനും കോളേജുകൾ, ആ പ്രദേശങ്ങളിൽ കോളേജുകളുണ്ടായി. കോളേജുകളിൽ നല്ല കോഴ്സുകൾ കൊണ്ടുവന്നു. ഗവേഷണത്തിൻ്റെ സാധ്യതകളുണ്ടായി യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട്. അതിലൊക്കെ തന്നെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായി വലിയ അടിത്തറയൊന്നും ഉള്ളവരായിരുന്നുമില്ല. അവർക്കൊക്കെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം നുകർന്നുകൊണ്ട് അവരുടെ ജീവിതയാത്ര തുടരുവാനും ഉന്നതങ്ങളിലെത്തുവാനും രാജ്യത്തിന് പുറത്തും ഗവൺമെൻറ്റിനെ സേവിക്കാനും ജനങ്ങളെ സേവിക്കാനും ഒക്കെ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെയൊക്കെ തുടക്കം, അതിൻ്റെ അടിസ്ഥാനമിട്ടു മഹാനായ CH മുതുവയ സാഹിബ്. തൻ്റെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ 42 വർഷം അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ട് 42 വർഷം പൂർത്തീകരിക്കുകയാണ്. 56 വർഷമാണ് അദ്ദേഹം ജീവിച്ചതെന്ന് പറയുകയുണ്ടായി. 5.5 പതിറ്റാണ്ടിൻ്റെ ജീവിതം. പക്ഷേ ആ ജീവിതകാലത്ത് അദ്ദേഹം രാജ്യത്തിനും സമൂഹത്തിനും സർക്കാരുകൾക്കും നേടിക്കൊടുത്തിട്ടുള്ള നേട്ടങ്ങളും പ്രശസ്തിയും അത് മറ്റു പലർക്കും അവകാശപ്പെടാൻ കഴിയാത്തതാണ്.
ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്ര വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് CH-ൻ്റെ മാത്രം പ്രത്യേകതയായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് നമ്മളെയൊക്കെ വീണ്ടും വീണ്ടും പ്രവർത്തന സജ്ജരാക്കുന്നത്. ആ ഓർമ്മകളിലൂടെ മുന്നോട്ട് പോകുവാൻ, അത് ഓർമ്മിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രചോദനം ഉണ്ടാവുകയാണ്, പ്രേരണ ഉണ്ടാവുകയാണ്. അദ്ദേഹം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം തിളങ്ങി നിന്നു. പ്രഭാഷകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, പണ്ഡിതനായിരുന്നു, നല്ല ഭരണാധികാരിയായിരുന്നു, നല്ല വായനക്കാരനായിരുന്നു, ഗ്രന്ഥകാരനായിരുന്നു. പിന്നെ അദ്ദേഹം ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാവായിരുന്നു, ഏറ്റവും നല്ല ഭരണാധികാരിയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം തിളങ്ങി നിന്നു. അപ്പോൾ എല്ലാ മേഖലയിലും, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം തിളങ്ങി നിന്നു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ നേട്ടം എന്നുള്ളത് മലബാർ സമര ശേഷം, അതായത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ശേഷം, മലബാർ കലാപത്തിൻ്റെയൊക്കെ ശേഷം, മലബാർ സമരത്തിന് ശേഷം, കലാപമല്ല മലബാർ സമരത്തിന് ശേഷം, മലബാർ സമരം അതുപോലെ തന്നെ അതിൻ്റെ ആ കാലത്തുള്ള മറ്റ് പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളിലൊക്കെ പ്രത്യേകിച്ച് മലബാറിൽ, ഏറനാട്, മുള്ളനാട് പ്രദേശം ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസമില്ലാത്തവർ, വിദ്യാഭ്യാസം നേടാൻ കഴിയാത്തവർ, സാമൂഹ്യമായും സാമ്പത്തികമായി വളരെ പിറകോട്ട് പിന്നിൽ ജീവിക്കേണ്ടി വന്നവർ. അപ്പം അവരെയെല്ലാം ആ ഒരു സമൂഹത്തിന് ആത്മവിശ്വാസവും ആത്മധൈര്യവും കൊടുക്കുവാൻ CH-ന് സാധിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയിലൂടെ അവർക്ക് വളർന്നു വരുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇന്ന് മഹാനായ CH മുഹമ്മദ് സാഹിബ് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഏറെ സന്തോഷിക്കുമായിരുന്നു. മലബാറിൻ്റെ കുട്ടികൾ, അവർ മലബാറിൽ മാത്രമല്ല, മലബാറത്തിന് പുറത്ത് വിവിധ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ, അവർ ഉന്നത പഠനത്തിന് വേണ്ടി ഒക്കെ ഇന്ത്യയിലെ മികച്ച വലിയ സർവകലാശാലകളെ, അതുപോലെ തന്നെ യൂറോപ്പിൽ, US അവിടേക്കുള്ള സർവകലാശാലകളൊക്കെ അവർ സമീപിക്കുന്നു. അവിടങ്ങളൊക്കെ അവർ നിറഞ്ഞു നിൽക്കുന്നു. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യയിൽ തന്നെ വിവിധ മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ യാത്ര നടത്താൻ കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒക്കെ മലബാറിലെ കുട്ടികളാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ തന്നെ വളരെ നല്ല വിദ്യാഭ്യാസം അവിടെയൊക്കെ നേടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു കാഴ്ച CH-നെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദം ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അദ്ദേഹം നമ്മളോടൊപ്പമില്ല. പ്രാർത്ഥനാനിർഭരമായ മനസ്സോടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. സർവശക്തൻ അദ്ദേഹത്തിൻ്റെ ഉഖ്റവിയായ ജീവിതത്തെ ധന്യമാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ CH സെമിനാർ ചർച്ച ചെയ്യുന്നത് റീഅഫേമിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോമിസ്, ഈക്വൽ സിറ്റിസൺഷിപ്പ് ആൻഡ് ഷെയർഡ് ഹ്യൂമാനിറ്റി എന്നുള്ള സുപ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ്. ഈ കാലം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. കാരണം ഭരണഘടന അത്രക്കേറെ ഇപ്പോൾ പ്രയാസം നേരിടേണ്ടി വരും. ഭരണഘടന നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ, ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ, ഭരണഘടനയെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നവർ, അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രത്യേകത എന്നുള്ളത്, അതിൻ്റെ യഥാർത്ഥ മൂല്യം, യഥാർത്ഥ ആത്മാവ് എന്നുള്ളത് മതേതരത്വമാണ്, സെക്യുലറിസമാണല്ലോ ഇന്ത്യൻ ഭരണഘടനയുടെ മതേതരത്വം. ഇത് ഭരണഘടന ജനങ്ങൾക്ക് നൽകിയതല്ല. സാധാരണ എല്ലാ രാജ്യങ്ങളിലും ഭരണഘടനയാണ് ജനങ്ങൾക്ക് ഓരോന്ന് കൊടുക്കാറുള്ളത്. എന്നാൽ ജനങ്ങളാണ് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിഷയങ്ങൾ കൊടുത്തത് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ജനങ്ങൾ, തെരുവുകളിൽ തടിച്ചുകൂടുന്ന ജനങ്ങൾ, കൃഷിയിടങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾ, ചായപ്പീടികകളിലും അൽത്തറകളിലും സായാഹ്ന ചർച്ചകൾ നടത്തുന്ന ജനങ്ങൾ, അപ്പോൾ ആ ജനങ്ങൾക്കൊക്കെ വലിയ സ്വാതന്ത്ര്യമുണ്ടായ, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യരുടെ ആ സംസാരങ്ങളിലൂടെയാണ്, ആശയവിനിമയങ്ങളിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന ആശയങ്ങൾ സ്വീകരിച്ചത് എന്നുള്ളത് ലോകത്തെ മറ്റു രാജ്യങ്ങളിലെ ഭരണഘടനയിൽ നിന്നും ഇന്ത്യയുടെ ഭരണഘടനയെ വേറിട്ട് നിർത്തുകയാണ്. നമ്മുടെ ജനാധിപത്യം, നമ്മുടെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ഏറ്റവും ഉപരിയായി ഇന്ത്യൻ ജനത പുലർത്തുന്ന സാഹോദര്യം, സമത്വം, ഇതൊക്കെ തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളാണ്. സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയിട്ടുള്ളവരാണ്
ഇന്ത്യയിലെ ജനങ്ങൾ. ആ പോരാട്ടമാണല്ലോ ബ്രിട്ടീഷുകാരെ ഇവരിൽ നിന്നും മാറ്റിയത്. രക്തം ചിന്തിയതായിരുന്നില്ല ആ പോരാട്ടം, മറിച്ച് ആശയഗാംഭീര്യമായിരുന്നു, ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഉള്ള പോരാട്ടമാണ് അന്ന് ആ കാലഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് ഇന്ത്യയിലെ ജനങ്ങൾ ചെയ്തത്. ഉന്നതമായിട്ടുള്ള മൂല്യങ്ങൾ അത് നമ്മുടെ ഭരണഘടനയ്ക്ക് സ്വീകരിക്കുവാൻ സാധിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ആ മൂല്യങ്ങളെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതാണ്. അതിനുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാതെ രാജ്യത്തിൻ്റെ കേവലം സാമ്പത്തിക വളർച്ച മാത്രമല്ല നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അത് ഏത് ഗവൺമെൻറ് ഉണ്ടെങ്കിലും ചെയ്യും. കുറച്ച് പൈസ സാമ്പത്തിക മൂലധനം ഉണ്ടായാൽ ഇവിടെ വളർച്ച ഉണ്ടാക്കാൻ പറ്റും, ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുവാൻ പറ്റും, വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഏത് ഭരണാധികാരിക്കും കഴിയുമ്പോൾ അത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനുള്ളത് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആ മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളൊരു സമരമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. കാരണം ഇവിടെ ഇപ്പോൾ ആ മൂല്യങ്ങൾ വേണ്ടാന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്, ഭരണാധികാരികളുണ്ട്. അങ്ങനെയുള്ളവർക്ക് മുമ്പിൽ നമുക്ക് ഭരണഘടനയുടെ സംരക്ഷണം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ, അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഈ ഒരു സെമിനാറിലൂടെ നമുക്ക് സമൂഹത്തിന് കൊടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്ത്യ ഒരുപാട് മതങ്ങളുടെ രാജ്യമാണല്ലോ. നേരത്തെ ഗോപാൽജി ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അത് പറഞ്ഞു. എല്ലാ മതങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള, പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല അത് പ്രോപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശവും എല്ലാ മതങ്ങൾക്കും ഉണ്ട് എന്ന് അദ്ദേഹം പറയും. അതൊക്കെ നമ്മുടെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. സൗദി അറേബ്യയിൽ ഇപ്പോൾ കിട്ടില്ല, യൂറോപ്യൻ രാജ്യങ്ങളിൽ അത് കിട്ടിക്കൊള്ളണമെന്നില്ല, US രാജ്യങ്ങളിൽ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. അവിടെയൊക്കെ അവരുടേതായ പാരമ്പര്യമായിട്ടുള്ള ചില മതങ്ങളുണ്ട്, ചില ദർശനങ്ങൾ, അതിനാണ് സ്വാതന്ത്ര്യമുള്ളത്. ഇന്ത്യയിൽ എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ഉണ്ടായ മതങ്ങളുണ്ട്, ഹിന്ദുമതം, ജൈനമതം, ബുദ്ധമതം, ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടായതാണ്. ഇസ്ലാം മതവും ക്രിസ്തുമതവും ജൂതമതവും ഇത് ഇന്ത്യക്ക് പുറത്തു നിന്ന് വന്നിട്ടുള്ളതാണ്. അവർക്കൊക്കെ ഇവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന കൊടുക്കുന്നുമുണ്ട്. എന്നതുപോലെ തന്നെ മതവിശ്വാസികളിൽ അല്ലാത്തവർക്കും ഇവിടെ ജീവിക്കാൻ കഴിയുമല്ലോ. ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹം മതവിശ്വാസിയായിരുന്നില്ല. ഇന്ത്യയെ കെട്ടിപ്പടുത്ത, ഇന്ത്യയെ രാഷ്ട്രശില്പിയായി നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ലോക ശ്രദ്ധേയനായ ഇന്ത്യയുടെ നേതാവ് മതവിശ്വാസിയായിരുന്നില്ല. കേരളത്തിൽ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ EMS നമ്പൂതിരിപ്പാട്, അദ്ദേഹം മതവിശ്വാസിയായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അവരവരുടെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോയി എന്നുള്ളത് തന്നെയാണ്. അതാണ് നമ്മുടെ ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ എന്നുള്ളത്. ആർക്കും കൂടെ ജീവിക്കാം, ആർക്കും അവരുടേതായിട്ടുള്ള ആശയങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, അദ്ദേഹം പിന്നെ ഉറച്ച മതവിശ്വാസിയായിരുന്നു. വേറെ ഒരു മഹർഷിയുണ്ടായിരുന്നു, ശകവർ മഹർഷി, പുരാതന ഇന്ത്യയിലെ സൈദ്ധാന്തികനൊക്കെ ആയിരുന്നു. പക്ഷെ അദ്ദേഹം മതവിശ്വാസിയായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ ശകവർ മഹർഷി എന്നാണ് ഇന്ത്യ വിളിച്ചത്. അതിന് പ്രയാസമുണ്ടായിരുന്നില്ല. മഹർഷി എന്ന് കേൾക്കുമ്പോൾ ഒരു മതവിശ്വാസി, വിശ്വവിശ്വാസിയൊക്കെ ആയാണ് മനസ്സിലാക്കുക. പക്ഷേ ഇന്ത്യയുടെ ജനങ്ങളെ നല്ല നിലയ്ക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചൊരു വ്യക്തിത്വം എന്നുള്ള നിലക്ക് അദ്ദേഹത്തെയും മഹർഷി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ബഹുമാനിച്ചിട്ടുള്ള പാരമ്പര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ വിവേകാനന്ദൻ പറഞ്ഞത്, അദ്ദേഹത്തിന് ഷിക്കാഗോയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രദ്ധേയമാണല്ലോ. അദ്ദേഹം പറഞ്ഞപ്പെടുത്തെ ഇതിനെയാണ്, നമ്മുടെ ബഹുസ്വരതയാണ് അദ്ദേഹം ഏറെ അംഗീകരിച്ചത്. ഈ ബഹുസ്വരത ആണ് എൻ്റെ രാജ്യത്തെ ലോകത്തെ ഏറ്റവും നല്ല രാജ്യമാക്കി മാറ്റുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അല്ല, ഇന്ത്യ സൈനിക ശക്തിയായതല്ല, സാമ്പത്തിക ശക്തിയൊന്നുമല്ല. പക്ഷേ ഇന്ത്യ ബഹുസ്വരതയെ പ്രോത്സാഹിപ്പിക്കുന്നു, അതിൽ അടിയുറച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ രാജ്യത്തെ ഏറ്റവും വലിയ ശക്തമായ രാജ്യമാക്കി മാറ്റുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തെ ആ സദസ്സ് വളരെ നിലനിൽക്കാണ്, കൈകൂട്ടിയിട്ടാണ് അത് സ്വീകരിച്ചത്. അദ്ദേഹം മതേതരത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അതുപോലത്തെ മതങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ, അന്നത്തെ ഷിക്കാഗോ സമ്മേളനത്തിലെ അവിടുത്തെ സദസ്സ് അതിന് കരഘോഷത്തോടെയാണ് സ്വീകരിച്ചത്. ഇന്നലെ ഒരാൾ കൂകി വിളിച്ചുകൊണ്ട്
ഒരു അന്താരാഷ്ട്ര വേദിയിൽ സംഭവം നടന്നല്ലോ. UN ആസ്ഥാനത്ത് ആരെയാണ് പൊങ്ങി വിളിച്ചത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാം മനസ്സിലാക്കാൻ കിട്ടും. അപ്പോൾ മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കയ്യടി കിട്ടും. എന്നാൽ മനുഷ്യ വിരുദ്ധനാകുമ്പോൾ അവർക്ക് കൂകലേൽക്കേണ്ടി വരും എന്നുള്ളതും ഈ കാലത്ത് ജനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നല്ല ആശയമാണ് എന്നതൊക്കെ പറയുന്നത്. ഞാനപ്പോൾ അതിനെ ഓർക്കുകയായിരുന്നു. അയാളെ ഇറക്കി വിട്ട അതുപോലെ തന്നെ അവിടെ സദസ്സൊക്കെ കാര്യമായിരുന്നു എന്ന് വായിച്ചു. ഞാൻ ആഴ്ച 2-3-4 മാസം മുമ്പ് അവിടെ പോയിരുന്നു. അന്ന് കാര്യമായിട്ട് കസാലയായിരുന്നു, കാരണം മീറ്റിംഗ് നടന്നിരുന്നില്ല. അപ്പോൾ നെതന്യാഹു പ്രസംഗിച്ചപ്പോൾ ഈ കാര്യമായിട്ടുള്ള കസാലയാണ് മനസ്സിൽ ഓർത്തപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പോൾ ലോകത്ത് ഇപ്പോഴും നല്ല മനസ്സ് അവശേഷിക്കുന്നുണ്ട്. യുദ്ധങ്ങളും പിന്നെ ഏറ്റുമുട്ടലുകളും അതുപോലെ തന്നെ വംശഹത്യകളും ഒക്കെ നടക്കുമ്പോഴും ലോകത്തെ സമാധാനവും ശാന്തിയും മനുഷ്യത്വവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ മനസ്സാക്ഷി ലോകത്തുണ്ട് എന്നുള്ളത് നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഗസയിലെ ജനങ്ങൾക്ക് അത് ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അവർക്കും മനുഷ്യത്വത്തിൻ്റേതായ പുതിയ പുലരികൾ അവരെയും കാത്തിരിക്കുന്നുണ്ട്. അത് പ്രാർത്ഥനകളിലൂടെയും അവരോടൊപ്പം ചേർന്നിരിക്കുന്നതിലൂടെയും അത് അവർക്ക് സംഭാവന ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ എറണാകുളത്ത് കൊച്ചിയിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഗസ ഐക്യദാർഢ്യ സമ്മേളനം നടന്നു. വളരെ നല്ല പാർട്ടിസിപ്പേഷനാണ് അവിടെ ഉണ്ടായത്. പലസ്തീൻ അംബാസഡർ വന്നു. അദ്ദേഹത്തിനൊക്കെ അത് ആ സമ്മേളനം തന്നെ നല്ല തരത്തിലുള്ള ഒരു പിൻബലം അദ്ദേഹത്തിനുണ്ടായി എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. ഇന്ത്യ എന്നും പലസ്തീനോടൊപ്പമായിരുന്നല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു അത്. പലസ്തീൻ അറബികളുടേതാണ് എന്ന് ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ ആ സമയത്ത് പറഞ്ഞതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം പകർന്നൊരാശയം. പക്ഷെ ആ ആശയം ഇന്ന് പല ഇന്ത്യയുടെ തന്നെ ഭരണാധികാരികൾ മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. പക്ഷെ ഇന്ത്യൻ ജനതയുടെ മനസ്സ് ഇപ്പോഴും അവിടെ ആക്രമിക്കപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന, വംശഹത്യക്ക് ഇരയാക്കപ്പെടുന്ന ആ നിരായുധരായ, നിരാലംബരായ, നിഷ്കളങ്കരായ ആ ഗസയിലെ ഫലസ്തീനിലെ ജനങ്ങളോടൊപ്പമാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥനകളിലൂടെ, അപ്പോൾ നമുക്കിപ്പോൾ അതേ ചെയ്യാൻ പറ്റുള്ളൂ, പ്രാർത്ഥനകളിലൂടെ അവരോടൊപ്പം നമുക്ക് ചേർന്നിരിക്കാം എന്നുകൂടി ഈ അവസരത്തിൽ ഞാനിവിടെ നിങ്ങളെ പങ്കുവെക്കുകയാണ്. കൂടുതലായിട്ട് പറയുന്നില്ല. മനുഷ്യ സാഹോദര്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇന്ത്യയുടെ കാര്യങ്ങൾ, ഇവിടുത്തെ ജനാധിപത്യം, മതേതരത്വം, മതസൗഹാർദ്ദം, ഭരണഘടന ഉറപ്പ് തരുന്ന മറ്റു മൂല്യങ്ങൾ, അതൊക്കെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്നുള്ളത് എന്താണ്? വിയോജിക്കാനുള്ള അവകാശം ഇന്ത്യയിലുണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവുള്ളത്. ലോക്സഭയിലായാലും നിയമസഭയിലായാലും മറ്റ് പ്രാദേശിക സമിതികളിലായാലും ഒക്കെ പ്രതിപക്ഷമുണ്ട്. പ്രതിപക്ഷമാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. ഭരണപക്ഷത്തെക്കാളും പലപ്പോഴും പ്രതിപക്ഷത്തിന് സൗന്ദര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ കേരളത്തിൽ നോക്കിയാൽ അറിയാമല്ലോ, ഇവിടുത്തെ മുഖ്യമന്ത്രിയേക്കാളും സൗന്ദര്യം പ്രതിപക്ഷ നേതാവിനാണ്. ഫിസിക്കലായിട്ടല്ല പറയുന്നത്, ആശയപരമായിട്ട് അത് ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ, ആ ആശയങ്ങളുമായി നെട്ടിച്ചു നോക്കുമ്പോൾ മുഖ്യമന്ത്രിയേക്കാളും ആശയപരമായിട്ടുള്ള സൗന്ദര്യം പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നുണ്ട്. അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. പക്ഷെ ഇപ്പോൾ ആ ജനാധിപത്യം പോലും ഇപ്പോൾ ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ, അതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം. നമ്മുടെ ഭരണഘടനയുടെ 4 തൂണുകളുണ്ട്: ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, പിന്നെ മീഡിയ. ഇതൊക്കെ തന്നെ ഭീഷണി നേരിടുകയാണ്. ലെജിസ്ലേറ്റീവിലെ കാര്യം പറയാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭ പ്രതിപക്ഷ നേതാവ് ലെജിസ്ലേച്ചർ സംരക്ഷിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു. വോട്ട് ചോരി യാത്ര അതാണ്. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആ ഒരു മാറ്റുരക്കൽ നടക്കുന്ന വേദിയാണല്ലോ പാർലമെൻറ്റ്, നിയമസഭകളൊക്കെ. അതിനൊക്കെ തന്നെ ഭരണകൂടം അവരുടെ ഇംഗിതത്തിനനുസരിച്ചും ഇച്ഛക്കനുസരിച്ചും വ്യാഖ്യാനിക്കുകയും അവിടെയൊക്കെ ആധിപത്യം നേടുവാനും ശ്രമിക്കുന്നു. വോട്ട് ചോരി അടക്കമുള്ള ഏറ്റവും വലിയ ഭീഷണി നിറഞ്ഞിട്ടുള്ള സാഹചര്യം
അതാണ് ഇപ്പോൾ ലെജിസ്ലേച്ചർ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. എക്സിക്യൂട്ടീവ് അങ്ങനെ തന്നെയാണ്. അതിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ, അതുപോലെ തന്നെ പോലീസിൽ, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായാലും ഫാസിസ്റ്റുകളെ തിരികെ കയറ്റുന്ന സമീപനമാണ് രാജ്യത്തെ എക്സിക്യൂട്ടീവ് നമുക്ക് നടക്കാൻ. ജുഡീഷ്യറിയിൽ പല സുപ്രീം കോടതി ജസ്റ്റിസുമാരും പ്രത്യേകിച്ച് റിട്ടയർ ചെയ്തവരൊക്കെ അവർക്ക് ഈ ജുഡീഷ്യറിയിൽ നടക്കുന്ന പക്ഷപാതങ്ങൾക്കെതിരെ പക്ഷപാതിത്വത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഉണ്ടാക്കുന്ന ആ അസ്ഥിരത പ്രധാനമാണ്. പിന്നെ ഉള്ളത് മീഡിയ ആണ്. മീഡിയ 4-ാം കണ്ണ് 5-ാം കണ്ണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീഡിയയെ പലപ്പോഴും നമ്മൾ പൊക്കി പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ അതും പറ്റുന്നില്ല. കാരണം മീഡിയ പലപ്പോഴും വിലക്കെടുക്കപ്പെടുന്നു. ഒന്നുകിൽ ഭയപ്പെടുത്തി അവരെ ഒപ്പം നടക്കുന്നു, അല്ലെങ്കിൽ അവരെ പ്രലോഭിപ്പിച്ച് കൂടെ കൂട്ടുന്നു. ഇതാണിപ്പോൾ മീഡിയ രംഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അസ്ഥിരതകളും ഈ അസമത്വങ്ങളും ഇതൊക്കെ തന്നെ അവസാനിപ്പിക്കാനുള്ള മാർഗമാണ് നമ്മൾ അവലംബിക്കേണ്ടത്. അപ്പോൾ അതിനൊക്കെ അടിസ്ഥാനം നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങളെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഡോക്ടർ അംബേദ്കർ ഭരണഘടനാ ശില്പിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, ഭരണഘടന വലിയ മോശമില്ല, നല്ല ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. പക്ഷേ ഈ ഭരണഘടന കൈകാര്യം ചെയ്യുന്നവർ മോശക്കാരായാൽ ഭരണഘടനയും മോശമാകും എന്ന് മഹാനായ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതിലൂടെയാണോ നമ്മൾ പോകുന്നത് എന്നുള്ള വേദനയാണ് നമുക്കുള്ളത്. അപ്പോൾ ഏറ്റവും നല്ലവരായവരെ ഭരണഘടന കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനുള്ള മാർഗം എന്ന് മാത്രമല്ല പങ്കുവെച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.